നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതിഹാസ താരം കെവിൻ ഡിബ്രൂയിനെ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ്. ഇത് റൂമറല്ല, ഒഫീഷ്യലാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, കെവിൻ ഡിബ്രൂയിനെ തന്നെയാണ്. KDB ആരാധകരോട് നേരിട്ട് പറയുകയാണ്, ഇത് ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്നിൽ നിന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിത് അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കെവിൻ ഡിബ്രൂയിനെ അറിയിക്കുന്നു, ഈ സീസൺ അവസാനത്തോടു കൂടി താൻ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ്. 33-കാരനായിട്ടുള്ള കെവിൻ ഡിബ്രൂയിനെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നത് 2015-ലാണ്. VFL വോൾസ്ബർഗിൽ നിന്ന് അവിടെ എത്തിയിട്ട് പിന്നീട് അദ്ദേഹം എല്ലാം ജയിച്ചടക്കുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മൾ ഇനി പറയേണ്ടതില്ലല്ലോ. KDB പ്രീമിയർ ലീഗിൽ അദ്ദേഹം 2015 സിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നോക്കുക, ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത അദ്ദേഹമാണ്. 827 ചാൻസുകൾ. മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത അദ്ദേഹമാണ് 193. മോസ്റ്റ് അസിസ്റ്റുകൾ അദ്ദേഹമാണ് 117. അദ്ദേഹം ജോയിൻ ചെയ്ത ശേഷമുള്ള കണക്കുകളാണിത്. വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ PL ഹിസ്റ്ററി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും KDBയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ആരാധകരോട് അദ്ദേഹം പറയുന്നു, ഇത് കാണുമ്പോൾ ഡിയർ മാഞ്ചസ്റ്റർ, ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരികയാണ്, നിങ്ങൾ അറിയിക്കുകയാണ്, ഇത് എൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ എന്ന നിലയിലുള്ള അവസാന മാസങ്ങളാണ്. അതായത് ഈ സീസണിലെ ബാക്കി സമയം കൂടി അദ്ദേഹം അവിടെ കളിക്കും, അത് കഴിഞ്ഞാൽ പോവുകയാണെന്ന് പറഞ്ഞത്. ഇതെൻ്റെ സിറ്റിയിലെ അവസാന മാസങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും കുറിക്കുന്നു, ഇതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഫുട്ബോളേഴ്സ് എന്ന നിലയിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഇതുപോലെയുള്ള ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും വരും എന്നുള്ളത്. ദാറ്റ് ഡേ ഈസ് ഹിയർ. ആ ദിവസം ഇവിടെ ആയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് എന്നിൽ നിന്ന് തന്നെ നിങ്ങൾ ആദ്യം അറിയണം. ഫുട്ബോൾ എന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു, ഈ സിറ്റിയിലേക്ക് എത്തിച്ചു. എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ചേസ് ചെയ്തു. തീർച്ചയായിട്ടും ഇത് എൻ്റെ ലൈഫിലെ കാലഘട്ടം മാറ്റിമറിച്ച ഒരു ഫേസാണ് ഈ സിറ്റി, ഈ ക്ലബ്ബ്, ഇവിടുത്തെ ജനങ്ങൾ എല്ലാം അവർ എനിക്ക് നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല, തിരിച്ചും എല്ലാം നൽകുക എന്നതൊഴികെ. ആൻഡ് ഗസ് വാട്ട്, എല്ലാം നമ്മൾ വിജയിക്കുകയും ചെയ്തു. നമ്മൾ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗുഡ് ബൈ പറയേണ്ട സമയം കടന്നു വരുമല്ലോ. സൂരി, റോം, മെയ്സണ്, മൈക്കേൽ, മിഷേൽ, ഞാനും തീർച്ചയായിട്ടും നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവരാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് അങ്ങനെയുള്ളതാണ്. ഞങ്ങളുടെ ഫാമിലിയാണ്. മാഞ്ചസ്റ്റർ എല്ലാ കാലത്തും ഉണ്ടാവും എൻ്റെ കിഡ്സിൻ്റെ പാസ്പോർട്ടിൽ. മോർ ഇമ്പോർട്ടൻ്റ്ലി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലും ഉണ്ടാകും. എല്ലായ്പ്പോഴും ഇത് ഞങ്ങളുടെ ഹോം തന്നെയായിരിക്കും. ഈ ഒരു സിറ്റിയോട് ഞങ്ങൾക്ക് നന്ദി പറയാൻ കഴിയില്ല, കാരണം അത്രയധികം ഇഷ്ടമാണ്. ക്ലബ്ബ്, സ്റ്റാഫ്, ടീംമേറ്റ്സ്, ഫ്രണ്ട്സ്, ഫാമിലി. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തൊരു റൈഡ് അങ്ങനെയായിരുന്നു. എവറി സ്റ്റോറി കംസ് ടു ആൻ എൻഡ്. എല്ലാ സ്റ്റോറിയും അവസാനത്തിലേക്ക് എത്തും. പക്ഷേ ഡെഫിനറ്റ്ലി ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ചാപ്റ്റർ. ലെറ്റ്സ് എൻജോയ് ദീസ് ലാസ്റ്റ് മൊമെന്റ്സ് ടുഗെദർ, മച്ച് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് KDB അത് കുറിക്കുന്നു. യെസ്, കെവിൻ ഡിബ്രൂയിനെ സിറ്റി വിടുന്നത് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.